ശ്രീകുമാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ICU അടച്ചിട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. മുൻ കൗൺസിലർ താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മെഡിക്കൽ കോളേജ് ICU അടച്ചിട്ട് എന്നുള്ളതല്ല. ICU എല്ലാം കൂടി 10-20ഓളം ICU ഉണ്ട്. കാർഡിയോളജി ICU, മറ്റേ ന്യൂറോളജി, ഓർത്തോ, മെഡിസിൻ, അങ്ങനെ പല ഭാഗത്തിന്റെ ICU ഉള്ളു. ഇത് മെഡിസിൻ ICU ആണ്. MICU 4 എന്ന് പറയുന്ന ICU ആണ് കഴിഞ്ഞ 6 മാസം ആയിട്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പറയാനുള്ളത്, ഇത് വെറും ഒരു ICU മാത്രമല്ല, വെന്റിലേറ്ററിന്റെ സൗകര്യം കൂടിയുള്ള ICU ആണ്. സ്വകാര്യ ആശുപത്രികളിൽ ഒരു ദിവസം വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ICU ഉപയോഗിക്കണമെങ്കിൽ 50,000 രൂപ ചാർജ് ചെയ്യും. കുറെ കൂടി നിലവാരം ചെറിയ ആശുപത്രികൾ 30,000 രൂപ ചാർജ് ചെയ്യും. അപ്പോ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ആകെ ചെലവ് 600 രൂപ 700 രൂപയാണ് ഒരു ദിവസം വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന ആള് ആശുപത്രിക്ക് അടയ്ക്കേണ്ടത്. അപ്പൊ പാവപ്പെട്ട പേഷ്യന്റ് ആശുപത്രി എത്തുമ്പോൾ അവർക്ക് ICU സംവിധാനമോ വെന്റിലേറ്റർ സംവിധാനമോ ഇല്ല എന്ന് പറഞ്ഞ് അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. നമുക്കറിയാം, ഒരു 30 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയപ്പോൾ മരണപ്പെട്ട ആ ആള് ആദ്യം മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലെ അധികാരി ബന്ധപ്പെട്ടവർ പറഞ്ഞു, ഇവിടെ ICU ഇല്ല, ICU ഒഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്തു പോയത്. അപ്പോൾ അയാൾക്ക് 2 മണിക്കൂറും ചികിത്സ വൈകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഒരു 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ പിതാവാണ് മരണപ്പെട്ടത്. അപ്പോൾ ഓരോ പാവപ്പെട്ട വ്യക്തികളും വരുമ്പോൾ വെന്റിലേറ്ററും ICUവും ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന മെഡിക്കൽ കോളേജ് അധികാരികൾ കഴിഞ്ഞ 6 മാസമായി മെഡിക്കൽ ICU 4 വെന്റിലേറ്റർ സംവിധാനം ഉള്ളത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക് വരും, എല്ലാ സംവിധാനത്തിലും മെയിൻ്റനൻസ് വരും. മെയിൻ്റനൻസ് വന്നാൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, 5 ദിവസമെങ്കിൽ 5 ദിവസം, 1 മാസമെങ്കിൽ 1 മാസം, 1 മാസത്തിൽ കൂടുതൽ എന്ത് മെയിൻ്റനൻസ് ആണ് സമയം എടുക്കേണ്ടത്? അവിടെ ആകെ തകരാറിലായത് ഒരു AC തകരാറിലായി. AC തകരാറിലായത് മാത്രമാണ് ആകെ ഉള്ള ഒരു പോരായ്മ. ആ AC നന്നാക്കണമെങ്കിൽ എത്ര ദിവസം വേണം? അല്ലെങ്കിൽ പുതിയ AC അതിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? അപ്പോ ഇവിടത്തെ പാവപ്പെട്ടവന് ചികിത്സ ലഭിക്കേണ്ട സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവിടുന്ന് ആൾക്കാരെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ ഓരോ വിവിധ പാർട്ടികളിൽ നിന്ന് CPM-ലേക്ക് വരുന്നവർ, അവര് പോക്സോ കേസിൽ പ്രതിയാണെങ്കിലും ഈ കാപ്പ കേസിൽ പ്രതിയാണെങ്കിലും അതൊന്നും വിഷയമല്ല. ആരോഗ്യമന്ത്രി തന്നെ ചെന്ന് മാലയിട്ട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കുറിച്ച് ഞാൻ ഒന്നും ഈ അവസരത്തിൽ പറയാൻ തയ്യാറാണ്. പക്ഷെ ഇവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികാരികൾ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആരാണ്? ആ സൂപ്രണ്ടാണ്. സൂപ്രണ്ട് കഴിഞ്ഞാൽ അവിടെ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, RMO ഇല്ല. ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരാൾ RMO എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ആ പോസ്റ്റ് എത്രയോ മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു കുത്തഴിഞ്ഞ സംവിധാനം, കൃത്യമായ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരില്ല. ആൾക്കാരുടെ ഒഴിവ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ ഒഴിവ് ഉണ്ടായിട്ടും വർഷങ്ങളായി. ആ ഒഴിവിലേക്ക് ആൾക്കാരെ നിയമിക്കുവാനോ ആൾക്കാരെ നിയമിച്ചിട്ട് അത്തരം ഓരോ വിഭാഗങ്ങളും കാര്യങ്ങൾ പരിശോധിക്കുവാനുള്ള ഒരു സംവിധാനമില്ല. അതാണ് ഈ ആശുപത്രി ഈ തരത്തിൽ ഒരു കുത്തഴിഞ്ഞ നിലയിലേക്ക് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിപ്പോ സ്വകാര്യ ആശുപത്രിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു കളി കളിക്കണം എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. ഇത് ഇല്ലാതെ വന്നാൽ, ആൾക്കാർ വെന്റിലേറ്ററും ICU ഇല്ലാതെ വന്ന് മെഡിക്കൽ കോളേജിൽ ഇല്ലാതെ വന്നാൽ അത് സ്വകാര്യ ആശുപത്രിയിൽ പോവുക മാത്രമേ നിവർത്തിയുള്ളൂ. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഒരു 40 വയസ്സുള്ള ആള് അടിയന്തരമായി കാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ ICU സംവിധാനം ഇല്ല, ഒഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റു ആശുപത്രിയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. മറ്റു ആശുപത്രിയിൽ പോകുന്ന ആളാണ് ഇടപ്പഴിഞ്ഞിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും അവിടെ ഈ 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ ലേറ്റായി വന്നുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയും മെച്ചപ്പെട്ട ചികിത്സയ്ക്കുള്ള സമയം കിട്ടിയില്ല, അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ തരത്തിൽ പാവപ്പെട്ട രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന മെഡിക്കൽ കോളേജിന്റെ അധികാരികളുടെ ഈ രോഗികളോടുള്ള ഒരു മര്യാദയില്ലാത്ത, അവർക്ക് കിട്ടേണ്ട നീതി ലഭിക്കാത്ത ഈ പ്രവണതയ്ക്ക് ഒരു അവസാനം കുറിക്കണം. അതിന് മുഖ്യമന്ത്രി ഇടപെടണം. കാര്യം ആരോഗ്യമന്ത്രിയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. അവർ അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമില്ല. അതോടൊപ്പം ഈ ആശുപത്രി RMO ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ചുമതലപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് നിയമിക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം.